നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു തടിച്ചു പൊന്താറുണ്ടോ? ഇതിന് അർട്ടിക്കേറിയ അഥവാ ഹൈവ്സ് എന്നാണ് പറയുന്നത്. അർട്ടിക്കേറിയ പൂർണ്ണമായും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ ചികിത്സ മാത്രം പോരാ. പലപ്പോഴും ചികിത്സയുടെ ഇടയിൽ നിങ്ങൾ ഈ ചെയ്യുന്ന 5 തെറ്റുകൾ പലപ്പോഴും വിനയാകാം. എന്തൊക്കെയാണ് ആ 5 തെറ്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ തെറ്റ്, സ്വന്തം മരുന്ന് നിർത്തരുത്. പലപ്പോഴും നിങ്ങൾ ആൻറ്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചൊറിച്ചിലും തടിച്ചു പൊന്തുന്നതൊക്കെ നിങ്ങൾക്ക് കൺട്രോളായി വരും. ഈ സമയത്ത് ഇത് മാറി എന്ന് വിചാരിച്ച് മരുന്ന് നിർത്തുന്നത് വലിയൊരു തെറ്റാണ്. കാരണം മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഹിസ്റ്റമിൻ്റെ പ്രതികരണം കുറഞ്ഞു എന്ന് അല്ലാതെ ഇത് പൂർണ്ണമായും കൺട്രോളിലാവുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് വരെ നിങ്ങൾ കൃത്യമായി മരുന്ന് എടുക്കണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തെറ്റ്, ട്രിഗർ എന്തെന്ന് കണ്ടെത്താതിരിക്കുന്നതാണ് അടുത്തത്. കാരണം പലപ്പോഴും ഓരോ ആൾക്കും ഓരോന്നായിരിക്കും ട്രിഗറിങ് ഫാക്ടേഴ്സ്. ചില ആൾക്കാർക്ക് ചൂടായിരിക്കാം, ചിലർക്ക് തണുപ്പായിരിക്കാം, ചിലർക്ക് മഞ്ഞിൻ്റെ സമയത്ത് കൂടുന്നതുണ്ട്, ചില ആൾക്കാർക്ക് വേർക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്, ചില പെയിൻ കില്ലേഴ്സ് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ ഓരോ ആൾക്കും ഓരോന്നായിരിക്കും ട്രിഗറിങ് ഫാക്ടേഴ്സ്. ഇതെന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അസുഖം വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ തെറ്റ്, സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള ഉപയോഗം. പലപ്പോഴും സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത് വളരെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് അർട്ടിക്കേരിയയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിംറ്റംസ് കുറയല്ലോ എന്ന് വിചാരിച്ച് അത് എടുക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നത് വളരെ വലിയൊരു ഹെൽത്ത് ഇഷ്യൂസിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നാലാമത്തെ തെറ്റ്, ദിവസവും അർട്ടിക്കേരിയ ഉണ്ടായിട്ടും നിങ്ങൾ ചികിത്സ മാറ്റാതെ തുടരുന്നത്. നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ദിവസവും അർട്ടിക്കേരിയയുടെ എല്ലാ സിംറ്റംസും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യുകയും ഇനി ഡോസേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യണം. സ്ഥിരമായിട്ട് ഈ സിംറ്റംസ് നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ബോഡിക്ക് ഒരു നല്ല കാര്യമല്ല. ഇനി അഞ്ചാമത്തെ തെറ്റ്, അർട്ടിക്കേരിയയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സിംറ്റംസ് ആയിട്ടുള്ള ചുണ്ട് തടിച്ചു പൊന്തുക, അതുപോലെ തന്നെ തൊണ്ടയിൽ നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവിക്കുക, കണ്ണിൻ്റെ അവിടെ വീക്കമുണ്ടാവുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ആൻജിയോഎഡിമ കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ശരീരം കാണിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും കൃത്യമായ ചികിത്സ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അർട്ടിക്കേരിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അർട്ടിക്കേരിയയുടെ സിംറ്റംസ് തൽക്കാലത്തേക്ക് കുറയ്ക്കുക എന്നുള്ളതല്ല. അർട്ടിക്കേരിയയുടെ ട്രീറ്റ്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ അർട്ടിക്കേരിയയുടെ കാരണം എന്തെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചികിത്സ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനൊപ്പം തന്നെ എപ്പിസോഡ്സ് ആവർത്തിച്ച് വരുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ അർട്ടിക്കേരിയ ഉള്ള ആൾക്കാർക്ക് എപ്പോഴാണ് അലർജിയുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും ആവശ്യമുണ്ടോ, ഇനി ചില ആൾക്കാർക്ക് ഇത് ആവശ്യമില്ലേ, എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അർട്ടിക്കേരിയയെ പറ്റിയിട്ടും അലർജിയെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. അർട്ടിക്കേരിയയെ പറ്റിയും അഡിനോയിഡിനെ പറ്റിയിട്ടും ഉള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.